ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവപുത്രന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൂതന്മാരാണെന്ന് വാദിക്കുന്ന ഒരു പഠനം നമ്മുടെ ഇടയിൽ നിലനിൽക്കുമ്പോൾ തന്നെ തിരുവചനം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നുള്ള ഒരു വചന അന്വേഷണവും അതിൻ്റെ അനന്തരഫലമായിട്ടുള്ളൊരു വിശദീകരണവും ഞാൻ ഇടുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 63-ാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും അധികം കാളുകൾ വന്ന ഒരു സബ്ജക്റ്റിലായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വന്നതും ഇതിനകത്ത് തന്നെ. അപ്പോൾ തന്നെ ചിലരൊക്കെ തങ്ങൾ ധരിച്ചു വച്ചിരുന്ന ആശയത്തെ അതിൽ നിന്ന് വിഭിന്നമായി കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്നുണ്ടായ വികാരം അവരുടെ കമൻറ്റുകളിലൂടെ പ്രകടമാകുകയും ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവപുത്രന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ദൂതന്മാരാണെന്ന് പറയുന്നവരോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. എൻ്റെ നമ്പർ അതിനകത്തുണ്ട്. ആർക്ക് വേണമെങ്കിലും വിളിക്കാം, ആര് പഠിപ്പിച്ചാലും. ഇനി ഒരു സൺഡേ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് അങ്കളെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വചനത്തിലൂടെ തെളിയിച്ചാൽ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കാൻ പോകുന്ന വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ആദാമിൻ്റെ മക്കളായിരുന്ന കയ്യനും ഹാബേൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഹാബേലിന് പകരമായി ദൈവം ഒരു മകനെ കൊടുക്കുന്നു. അവൻ്റെ പേര് ഏനോശ്. ഈ ഏനോശ് ജനിക്കുമ്പോൾ ആദാമിന് 130 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഓരോ മക്കളും ഓരോ തലമുറകളും ജനിക്കുമ്പോഴും ആ ജന്മം കൊടുക്കുന്ന പിതാവിന് എത്ര വയസ്സുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു സഹോദരൻ എനിക്ക് കമൻറ്റ് ചെയ്തുണ്ടായി ഇതൊക്കെ കോമൺ സെൻസ് മതിയെന്ന്. ശരിയാണ്, ഇങ്ങനെയുള്ള കണക്കൊക്കെ കൂട്ടാൻ കോമൺ സെൻസ് മതി, കണക്ക് പഠിച്ചാൽ മതി. പക്ഷെ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ സഹോദര കോമൺ സെൻസ് പോരാ, പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക, there may be history behind the word of God. We learn the history from this world. ദൈവവചനത്തിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ടായേക്കാം. ആ ചരിത്രം നമ്മൾ ഇവിടെ പഠിക്കുന്നു. but there is a mystery in the word of God. But we learn the mystery from the heaven. ആ ദൈവവചനത്തിനൊരു മർമ്മമുണ്ട്. അത് നമ്മൾ സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. ഹിസ്റ്ററി പഠിക്കുന്നതും മിസ്റ്ററി പ്രാപിക്കുന്നതും അതിൻ്റെ വ്യക്തമായ തെളിവാണ് ശൗല് പഠിച്ചു നടന്നവൻ. പക്ഷേ ദൈവസഭയ്ക്ക് കൊടുത്തത് പ്രാപിച്ചതാണ് കൊടുത്തത്. അപ്പം സഹോദരൻ ആ കമൻറ്റ് എഴുതിയ എന്നിട്ട് എന്നോട് എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാൻ പറഞ്ഞ സഹോദരൻ ഞാൻ സ്നേഹത്തോട് പറയുക, സഹോദരൻ എനിക്കൊന്നും തരണ്ട, സഹോദരൻ്റെ വകയൊന്നും തരണ്ട. എന്തെങ്കിലും ആട്ടെ, ഞാൻ ആരെയും വേദനിപ്പിക്കാനല്ല, ഞാൻ വചനം പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ ആദാമിന് പകരമായി കൊടുത്തത് എന്തിനാണ്? ഞാൻ നല്ലൊരു വിശദീകരണം പറഞ്ഞത്. അതിനോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആ പകരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചാൽ കൊള്ളാം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വഴിപാട് അർപ്പിച്ച ഹാബേലിനെ തകർത്തതോടുകൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പരിപാടിക്ക് ഒടുക്കം വരുമെന്ന് കരുതിയ പൈശാചിക ശക്തി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഹാബേലിന് പകരം ഒരു മകനെ കൊടുക്കുന്നു, ശേത്ത്. ആ ശേത്തിന് 105 വയസ്സ് പ്രായമുള്ളപ്പോൾ ഏനോശിനെ ജനിപ്പിക്കുന്നു. ആ ഏനോശ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ശ്രദ്ധിക്കണം, യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങുവാൻ മറുഭാഗത്ത് കയ്യിൻ്റെ 5 തലമുറകൾ അവിടെയുണ്ട്. ദൈവം സൃഷ്ടിച്ച ആദാമിൻ്റെ കൊച്ചുമക്കളാണ്. അവർക്കാർക്കും ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാനുള്ളൊരു പദവി, ഒരവകാശം ദൈവം കൊടുത്തില്ല. അവർക്ക് കൊടുക്കാതെയാണ് പകരമായി ഹാബേലിന് പകരമായി ഏനോശിന് കൊടുക്കുന്നത്. ഇനി എൻ്റെ ചോദ്യം, അവരിങ്ങോട്ട് തലമുറകൾ ഓരോന്ന് വന്ന് ഹാനോക്കിൽ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു. അതിൻ്റെ അർത്ഥം ദൈവത്തോടുകൂടെ സ്വർഗത്തിലൂടെ നടന്നതുകൊണ്ടാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് ദൈവം എല്ലാ ദിവസവും ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ കൂടെ ഹാനോക്ക് നടന്നെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇത് രണ്ടുമല്ല. ദൈവിക പാതയിൽ നടന്നവനാണ് ആര്? ഹാനോക്ക്.
അതുകൊണ്ട് ആ ഹാനോക്കിന് വേണ്ടി എടുത്തു. അതിൻ്റെ ചേർത്ത് ഞാൻ പറയാം, നോഹയുടെ കാലം വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോക്കുക, 9 തലമുറകൾ പുറകെ കിടക്കുക. അവർക്കാർക്കും കൊടുക്കാത്തതാണ് ദൈവത്തിൻ്റെ കൃപ. അത് നോഹയ്ക്ക് കൊടുത്തു. അതിൻ്റെ കാരണം ഭൂമി മുഴുവനും വഷളത്വം നിറഞ്ഞു. പക്ഷേ കയ്യിൻ്റെ മക്കളും പരിപാടികളൊക്കെ അത് വേറെ സ്ഥലത്ത. ഇതെവിടെയാണെന്ന് മനസ്സിലാക്കണം. ആ വഷളത്വം നിറഞ്ഞതിൻ്റെ നടുവിൽ നിന്ന് യഹോവയുടെ കൂടെ നടന്ന ഹാനോക്കിനെ വേണ്ടി എടുത്തു എന്ന് പറയുമ്പോൾ ശേഷമുള്ളവരുടെ ഇടയിൽ വഷളത്വമായിരുന്നല്ലേ അതിൻ്റെ ഉറപ്പ്. സഹോദരന്മാരെ, അത് ഈ ദൈവപുത്രന്മാർ ദൂതന്മാരാന്ന് പറയുന്നവരുടെ എൻ്റെ ചോദ്യം. അല്ലാതെ ധാരാളം ദൈവദാസന്മാർ ദൈവമക്കൾ എന്നെ വിളിച്ചു നാളുകളായി തെറ്റിദ്ധരിക്കപ്പെട്ട് കിടന്ന വിഷയത്തെ യഥാർത്ഥമായി പഠിപ്പിച്ചതിൽ ദൈവത്തിന് അവർ മഹത്വം കൊടുത്തു. അതെനിക്ക് വലിയ സന്തോഷമുണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തതിൽ. ഞാനിവിടുന്ന് അവരോടാണ് ചോദിക്കുന്നത്. ആരോട്? ഈ പറയുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ ദൂതന്മാരെന്ന് പറയുന്നവരോടാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ ആരാധന തുടങ്ങിയ പകരം കൊടുത്ത് ഹാബേലിന് പകരം ലഭിക്കപ്പെട്ടു എന്നുള്ളൊരു പദവി ആയ ശേത്തിന് അങ്ങനൊരു പദവി കിടക്കുമ്പോൾ അടുത്ത ഏനോഷിൻ്റെ മകനായ ശേത്തിനൊരു പദവി കിടക്കുന്നത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നുള്ളതാണ്. ഇവർ 2 പേരും മറുഭാഗത്തുള്ള കയീൻ്റെ തലമുറയിൽ നിന്നും വിഭിന്നമായി നിൽക്കുന്നത് അവർ ദൈവഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ദൈവഭാഗത്ത് നിൽക്കാതെ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങാൻ കഴിയുമായിരുന്നുവെങ്കിൽ കയീൻ്റെ മക്കൾക്ക് ചെയ്യാമായിരുന്നല്ലോ. ദൈവത്തിന് അവരെ കൊണ്ട് ചെയ്യിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? കയീൻ ശപിക്കപ്പെട്ടു, ആ വഴിയിലൂടെ തലമുറ കൊണ്ടുപോയി. എന്നാൽ ഇവിടെ ഈ ഏനോഷും അതിനുശേഷം ശേത്തും അവർ ദൈവത്തിന് വേണ്ടി നിന്നവരാണെന്ന് തെളിയിക്കാൻ വേറെ ഒന്നും അന്വേഷിച്ചു പോകണ്ട. മനസ്സിലായി? ഈ 2 പദവികളാണ് അവരിൽ നിന്ന് വിഭിന്നരാകുന്നത്. നോഹ ജനിക്കുമ്പോൾ ഏനോഷിന് 771 വയസ്സുണ്ട്. അതിനുശേഷം 134 വർഷം കൂടി ഏനോഷ് ജീവിച്ചിരുന്നു. അതുപോലെ തന്നെ നോഹ ജനിക്കുമ്പോൾ ശേത്തിന് 876 വയസ്സുണ്ട്. അതിനുശേഷം 36 വർഷം കൂടി ജീവിച്ചിരുന്നു. ഈ ശേത്തിനും അല്ലെങ്കിൽ ഈ ഏനോഷിനും പിന്നെ നോഹയ്ക്കും ഇടയിലാണ് ഹാനോക്ക് ജനിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാനോക്ക് ജനിക്കുമ്പോൾ ശേത്തുമുണ്ടായിരുന്നു, ഏനോഷും ഉണ്ടായിരുന്നു. അതായത് ശേത്തിന് 330 വയസ്സും ഏനോഷിന് 225 വയസ്സുമുണ്ട്. ആര് ജനിക്കുമ്പോൾ? ഹാനോക്ക് ജനിക്കുമ്പോൾ. അതിനുശേഷം അവരെത്ര വർഷം ജീവിച്ചിരുന്നു എന്നുള്ള അവരുടെ വയസ്സിനെ ഇട്ടിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അപ്പോൾ എൻ്റെ ചോദ്യം ഇവിടെയാണ്, ഹാബേലിന് പകരം ലഭിക്കപ്പെട്ട ഏനോഷും യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയ ശേത്തും അവിടെ ഉണ്ടായിട്ട് ഹാനോക്കിനെയാണ് ദൈവം എടുത്തത്. അതിൻ്റെ കാരണമെന്നറിയാമോ? ഇവരൊക്കെ ഈ ആരാധന തുടങ്ങി. അതുപോലെ തന്നെ ആ ഒരു 2 പദവിയുണ്ടല്ലോ ഹാബേലിന് പകരം ജനിച്ചതെന്ന്. എങ്കിൽ പോലും ഇവരെല്ലാം വഴിതെറ്റിപ്പോയി. വഷളത്വം നിറഞ്ഞു ലോകത്തിൽ. ആ വഷളത്വത്തിൻ്റെ നടുവിൽ ഹാനോക്ക് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തോട് കൂടെ നടന്നെന്ന് പറഞ്ഞ ദൈവിക പാതയിലൂടെ നടന്നതുകൊണ്ട് ഹാനോക്കിനെ മാത്രം എടുത്തു. അപ്പോഴും ഖേദകരമായൊരു സത്യം പറയട്ടെ, ആരാധന തുടങ്ങിയ ശേത്തും അവിടെ ഉണ്ടായിരുന്നു. ഹാബേലിന് പകരം ലഭിക്കപ്പെട്ട ഏനോഷും അവിടെ ഉണ്ടായിരുന്നു. അവരെ എടുത്തില്ല. കാരണമെന്നറിയാവുക? കാരണം അതിലേക്ക് വിശദീകരണത്തിലേക്ക് വരാം. അപ്പോഴാണ് ദൂതന്മാരോടെ ദൈവത്തിൻ്റെ പുത്രന്മാർ ഇവരാണോ എന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ അതിനുശേഷം നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതിൻ്റെ കാരണമെന്നറിയാവോ? പുറകോട്ടുള്ള 80 പിതാക്കന്മാർക്കും കിട്ടാത്ത കൃപ നോഹയ്ക്ക് കൊടുക്കാനുള്ള കാരണം അവരുടെ ഇടയിൽ വഷളത്വം നിറഞ്ഞു. ആ വഷളത്വം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ മക്കൾ മറ്റവരുടെ മക്കളെ ആരുടെ? ശപിക്കപ്പെട്ട കയീൻ്റെ പുത്രിമാരെ ഭാര്യമാരായി എടുത്തു. ഇല്ല എങ്കിൽ എൻ്റെ ഒരൊറ്റ ചോദ്യം, ഇവരെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ ഇനി പോട്ടെ, ശേത്തും പോയി, ഏനോഷും പോയി, ഇവരുടെ മക്കൾ, ഇവർ മാത്രമല്ല മക്കൾ, അവരുടെ സന്തതി പരമ്പരകൾ കണ്ട് കിടക്കുമല്ലേ? ദൈവത്തെ ആരാധിച്ച ശേത്തിൻ്റെ സന്തതി പരമ്പരയുടെ ഓരോ മക്കളുടെ മാത്രം പേര് എഴുതിയിട്ടുള്ളൂ, മൂത്തവരുടെ പേര് മാത്രം എഴുതിയിട്ടുള്ളൂ. അവരെല്ലാം പുത്രന്മാരും ജനിപ്പിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും ജനങ്ങളവിടെ ഉണ്ടായിട്ട് ഈ നോഹയും കുടുംബവും മാത്രം
പെട്ടകത്തിനകത്ത് വരാനുള്ള കാരണം എന്താണെന്ന് ഈ വേദപണ്ഡിതന്മാർ, അതായത് വേറിട്ട് ചിന്തകളുടെ ഈ പഠിപ്പിക്കലിനെ ചോദ്യം ചെയ്ത വിഡ്ഢിത്തരം പറയാതെ നിർത്തിപ്പോടുമെന്നൊക്കെ പറഞ്ഞ പ്രിയ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുക, ഈ ഭക്തഗണങ്ങളുടെ സന്താന പരമ്പരകളുടെ അവരെല്ലാം ഇത്ര വർഷം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഈ പറയപ്പെടുന്ന ഏനോശിൻ്റെയും മക്കൾ അല്ലെങ്കിൽ ഷേത്തിൻ്റെ മക്കൾ അവരെല്ലാം ഈ എഴുതപ്പെട്ടിരിക്കുന്ന ഇവർ മാത്രമല്ല ഉണ്ടായിരുന്നേ. അവരിത്ര സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ സന്തതികൾ ആരും ഈ നോഹയുടെ പെട്ടകത്തിൽ കയറിയില്ല. ഒന്ന് കാരണം പറയാമോ? ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. കാരണം മറ്റൊന്നുമല്ല, അവർ ഈ വഷളത്വത്തിലേക്ക് പോയി. ഇതിൽ കൂടിയ ഉറപ്പ്, ഇതിൽ കൂടിയ തെളിവ് ഈ വിഷയത്തിൽ ലഭിക്കാൻ ഇല്ല. കാരണം ഈ പറഞ്ഞ രീതിയിൽ അല്ല, ഈ പറയപ്പെടുന്ന വിധത്തിൽ ദൈവപുത്രന്മാരെന്ന് പറയുന്നത്, അതായത് മനുഷ്യൻ്റെ പുത്രിമാരെ ഭാര്യമാരായി എടുത്തത് ദൂതന്മാരായിരുന്നുവെങ്കിൽ ഇവർ തെറ്റുകാരല്ല. എന്തുകൊണ്ട് ഇവരുടെ മക്കൾ ആരും നോഹയുടെ പെട്ടകത്തിനകത്ത് കയറിയില്ല? ഹാനോക്ക് മാത്രം നീതിയോടുകൂടി ജീവിച്ചതുകൊണ്ട് ഹാനോക്കിന് വേണ്ടി എടുത്തു. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ സഹോദരങ്ങളെ, ബാക്കിയുള്ളവരെല്ലാം പിടിവിട്ട് പോയി, വഴിതെറ്റിപ്പോയി. പിന്നീട് വന്നപ്പോൾ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചതുകൊണ്ട് നോഹയും നോഹയുടെ മക്കളും നിന്നു. അങ്ങനെ ആ പെട്ടകത്തിലെ 8 പേര് മാത്രം. ബാക്കിയുള്ളവരുടെ മക്കൾ എതിരെ പോയി. ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് പറയാമെങ്കിൽ ഈ സഹോദരൻ ഈ ചാനൽ കൊണ്ട് കട്ട് ചെയ്തോളാം. അതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. ഇല്ലെങ്കിൽ സത്യവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിക്കും. പിന്നെ ഇതിനകത്തുള്ള മനപ്രയാസം എനിക്ക് മനസ്സിലായി. ചിലരൊക്കെ അന്യായ ഫീസും കൊടുത്ത് വർഷങ്ങളോളം പോയി തിയോളജി പഠിച്ചുകൊണ്ട് വന്ന് ചിലതൊക്കെ തെറ്റാന്ന് തിരുത്താൻ ചില വിഷമം ഉണ്ടാകും. ഞാൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നുള്ള യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നുള്ള വചനം പല പണ്ഡിതന്മാരോടും ചോദിച്ചു, പല വേദാധ്യാപകരോടും ചോദിച്ചു, പല എല്ലാം മൗനമായിട്ട് പോകുകയില്ല. കാരണം മറുപടി പറഞ്ഞാൽ അവരിത്ര നാളം പഠിച്ചു വെച്ചിരുന്നതും പഠിപ്പിച്ചതും തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഇല്ല എങ്കിൽ ഞാൻ തയ്യാറാണ് സംസാരിക്കാൻ. ഞാൻ മുന്നമേ പറഞ്ഞ പോലെ വന്നസുകാരായിട്ട് സംസാരത്തിന് ഞാൻ വരാൻ തയ്യാറല്ല. പെന്തക്കോസ്ത് പാസ്റ്റർമാർ ആര് വേണമെങ്കിലും വിളിച്ചോ, സംവാദത്തിനല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തന്നെ പഠിപ്പിച്ചാൽ മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞാനിത് രണ്ടാമതൊരു പാർട്ട് ഇത് ചെയ്യാനുള്ള കാരണം ഈ ചോദ്യത്തിന് മറുപടി ആരും തരണം. പിന്നെ യൂത എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം കാണാതൊന്നുമല്ല ഈ സഹോദരൻ ഈ ആശയം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതൊന്ന് ശരിക്കൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. യൂതയുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 6-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ 2 കാര്യമാണ് പറയുന്നത്. 1, ഈ ദൂതന്മാർ ചെയ്തതെന്ത്; 2, അവരുടെ ശിക്ഷയെന്ത്. വളരെ ശ്രദ്ധിക്കുക. 1 പറയുന്നത് അവർ സ്വന്തം വാഴ്ചയെ കാത്തുകൊള്ളാതെ അന്യവാസസ്ഥലം അന്വേഷിച്ചു പോയി. അതാണ് അവരുടെ തെറ്റ്. അവരെ ശിക്ഷ എന്ന് പറയുന്നത് അവർ അന്ധകാരത്തിന് കീഴിൽ എന്നേക്കുമുള്ള ചങ്ങലയ്ക്കായിട്ട് അവർ സൂക്ഷിച്ചിട്ടിരിക്കുക. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമല്ലോ, അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും എന്ന് പറയുമ്പോൾ അവിടെ അതുപോലെ എന്ന് പറയുന്നത് ശിക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇല്ല എങ്കിൽ അന്യജനങ്ങളെ മോഹിച്ച് നടന്നു എന്ന് പറയുമ്പോൾ ദൂതന്മാരുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് എന്താണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? അവർക്ക് മനുഷ്യരെ പോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ അവരുടെ ശരീരം? അതിനോട് സഹോദരൻ ഇട്ടേക്കുന്ന മത്തായി സുവിശേഷം 22-ാം അധ്യായം 30-ാം വാക്യത്തിൽ യേശു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ, അതായത് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ഇറങ്ങുമ്പോൾ പറയുകയാണ്. അതിന് മറുപടി പറഞ്ഞേക്കുക, സ്വർഗത്തിലെ ദൂതന് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, ഭൂമിയിലെ ദൂതന് പറ്റുമെന്ന്. അപ്പോൾ ഈ ഭൂമിയിലെ ദൂതനെ ആരുണ്ടാക്കി? എന്തുകൊണ്ടുണ്ടാക്കി? സ്വർഗത്തിൽ നിന്ന് ദൂതൻ താഴത്തേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ അവിടെ ഒന്നും മറുപടി നമുക്ക് വ്യക്തമായിട്ട് കൊടുക്കാൻ പറ്റാത്തവർ തന്നെയല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ വിശദീകരണം പറഞ്ഞിരിക്കുന്നത് വായിച്ച് കേൾപ്പിക്കാം. അതായത് അതിൻ്റെ 4 മുതൽ വാക്യാണ്: അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ശ്രദ്ധിക്കണം, ഇവിടെ മക്കളെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ അമ്മ മനുഷ്യ സ്ത്രീയാണ്, അപ്പൻ ദൂതനാണ്. അങ്ങനെയെങ്കിൽ ആ കുട്ടികൾ ഏത് വർഗത്തിൽ വരും? മനുഷ്യരായിട്ട് വരത്തില്ല.
കാരണം മനുഷ്യരല്ല എന്ന് ഓൾറെഡി സ്ഥാപിച്ചു പോയല്ലോ. അപ്പോൾ പിന്നെ അവർ ആരായിരിക്കും? എനിക്കറിയാം, എനിക്ക് പേരിടാൻ എനിക്ക് കിട്ടുന്നില്ല, ഒരു പേര് കിട്ടുന്നില്ല. അത് ദൂതന്മാരെന്ന് പറയുന്നവർ ആ തലമുറയ്ക്ക് ആ മക്കൾക്കൊരു പേരിടണം. എന്ത് ജീവിയാണെന്ന് ഇടണം, മനുഷ്യരല്ല, അത് ഉറപ്പാണ്. പിന്നെ എന്നാ ദൂത മനുഷ്യർ നിന്നു, മനുഷ്യദൂതൻ നിന്നു, അതും കിട്ടുന്നില്ല, ഒക്കുന്നില്ല. ദൂതൻ്റെ മക്കളെന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, അവർക്ക് ദേഹമുണ്ടല്ലോ, ജനിച്ചപ്പോൾ അവർക്ക് ദേഹമുണ്ടല്ലോ, അവർക്ക് ദേഹിയുണ്ടോ? അവർക്ക് ആത്മാവ് ഉണ്ടാവുമല്ലോ. ഇവർക്ക് രക്ഷ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ ഇവരുടെ രക്ഷകൻ ആരായിരിക്കും? ഉണ്ടെങ്കിൽ ഇവരുടെ രക്ഷകൻ യേശു ആയിരിക്കാൻ അവരുടെ രക്ഷകനല്ല. കാരണം യേശു മനുഷ്യരുടെ രക്ഷയ്ക്ക് വന്നതാണ്. ദൂതന്മാരുടെ ശങ്കരവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വന്നതല്ല, മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി വന്നതാണ് യേശു എന്ന രക്ഷകൻ. അപ്പോൾ പറയണം, ഇതിനകത്ത് ഇവർക്കുള്ള രക്ഷ ഉണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷകൻ ആരാണ്? രക്ഷിച്ചിട്ട് ഇവരെ എങ്ങോട്ടോ കൊണ്ടുപോകണമെന്ന് പറയണം. കാരണം കാഹളം മുഴങ്ങുമ്പോൾ അവിടെ ഉയർത്തെഴുന്നേൽക്കുന്നതിന് ഉള്ളത് വിശുദ്ധ മനുഷ്യരായി മരിച്ച് ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധരാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ വായിച്ച് നിൽക്കൊണ്ടൊന്നും പോകുന്നില്ല. എന്നാൽ അടുത്ത ശ്രദ്ധേയമായ വാക്കിങ്ങനെയാണ്, ഇവരാകുന്ന പുരാതന കാലത്തെ വീരന്മാർ, അതായത് കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. മക്കളാരാണ്? പുരുഷന്മാർ. അപ്പനാരാണ്? ദൂതൻ. എന്ത് പഠനമാണ് നമ്മൾ ജനത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നത്? അമ്മ മനുഷ്യ സ്ത്രീ, അപ്പൻ ദൂതൻ, മക്കൾ പുരുഷൻ. എന്നിട്ട് പറയുകയാണ് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളും നിരൂപണമല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ട്. ആരുടെ? ദൂതൻ്റെ അല്ല, മനുഷ്യൻ്റെ. തെറ്റ് ചെയ്തത് ദൂതൻ. യഹോവ കുറ്റം വിധിക്കുമ്പോൾ മനുഷ്യരെ. ഇതെന്തൊരു നീതിയാണ്? അത് നീതിയാണോ? മാത്രമല്ല, താഴോട്ട് വായിക്കാം, മനുഷ്യനെ താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. പൊന്നു സഹോദരങ്ങളെ, ഞാനിങ്ങനെയൊക്കെ പറയാൻ കാരണം സത്യവചനം എത്രത്തോളം വ്യക്തമായി പറഞ്ഞിട്ടും പിന്നെയും കടിച്ചു തൂങ്ങിക്കിടന്ന് പരിഹസിക്കുകയും പിടിച്ചിരിക്കുന്ന മുയലിൻ്റെ 3 കൊമ്പെന്ന് പറഞ്ഞ് ശടിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ഖേദപൂർവ്വം ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ആരാ ഈ മനുഷ്യൻ്റെ പുത്രന്മാരൊക്കെ അയ്യോ ഞങ്ങളുടെ വിവാഹം കഴിക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ചെന്നതല്ലല്ലോ. ദൈവത്തിൻ്റെ പുത്രന്മാർ, അതായത് നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ പഠിപ്പിക്കുന്നവരുദ്ദേശിച്ച് നല്ല വചനം പഠിക്കുന്ന ധാരാളം ദൈവദാസന്മാരും ദൈവമക്കളും ഉണ്ട്, അവരൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ അവരുദ്ദേശമല്ല പറഞ്ഞത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് നിങ്ങൾ പറയുന്ന ദൂതന്മാർ വന്ന് അവരെ ഭാര്യമാരായി എടുത്തു. എന്നിട്ട് ശിക്ഷ വന്നപ്പോൾ ആർക്ക് വന്നു? മനുഷ്യന് വന്നു. ആർക്കാ? മനുഷ്യൻ്റെ പുത്രന്മാർക്കല്ല വന്നത്, മനുഷ്യന് വന്നു. ഇതെന്തൊരു നീതിയാണ് ദൈവം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കാൻ പോയാൽ ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പറയുന്നു, ഈ യൂദായുടെ ലേഖനത്തിൽ പറയുന്നത് അവിടെ ശിക്ഷയാണ് അവർക്ക് തുല്യമായിട്ട് വരുന്നത്. അതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ, ഏതുപോലെ? ഇവരെ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ അല്ല, ഇവരും അവരെ പോലെ അന്യജഡം മോഹിച്ചു എന്നാണെങ്കിൽ എൻ്റെ ചോദ്യം, അവർക്ക് ജനിച്ച സന്തതികൾ എന്ത് സാധനമായിരിക്കും? മനുഷ്യനായിരിക്കുമോ? ദൂതൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുമോ? അതോ മൃഗങ്ങളായിരിക്കുമോ? എന്ത് വിചിത്ര ജീവിയായിരിക്കുമോ? ഒന്ന് പറയണം. ആരെങ്കിലും അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇനി അടുത്ത താഴോട്ട് വായിക്കുമ്പോൾ, അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു അന്യജഡം മോഹിച്ചു നടന്നു. ഇവിടെ അവർക്ക് സമമായി എന്ന് പറയുന്നത് 2 പാർട്ടികളും പാപമാണ് ചെയ്തത്, തെറ്റാ ചെയ്തത്. മറ്റവരെന്താ? അവരുടെ വാസസ്ഥലം കാത്തുകൊണ്ടില്ല. ഇവരെന്ത് ചെയ്തു? അന്യജഡം മോഹിച്ചു നടന്നു. ഇനി അത് സ്ഥിരീകരിക്കാനായിട്ട് 8ാമത്തെ വാക്യം വരുമ്പോൾ, അങ്ങനെ തന്നെ ഇരുവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കി കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ സംഭവം ആകെ മാറി. അങ്ങനെ എന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം, ഈ ദൂതന്മാരെ പോലെയാണോ, ഈ സോദോമിനെ പോലെയാണോ ഉദ്ദേശിച്ചത്? തന്നെയല്ല, അങ്ങനെ തന്നെ ഇരുവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ ആകെ പൊളിഞ്ഞു. സ്വപ്നാവസ്ഥയിൽ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഇനി അഥവാ വന്നാൽ ജഡം മോഹിച്ചു നടന്നു എന്ന് പറയുന്നത് ഭാര്യമാരെ എടുത്ത കാര്യമൊന്നുമല്ല പറയുന്നത്.
ഇതെല്ലാം സ്വപ്നാവസ്ഥയിൽ എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വാക്യം 3 വാക്യോടെ ചേർന്ന് വായിച്ചാൽ അതെന്താ സംഭവം എന്ന് മനസ്സിലാക്കും. അതിലെല്ലാം ഉപരി ഈ പറയപ്പെടുന്ന യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതും ദൂതന്മാരാണ് അന്യജനത്തെ മോഹിച്ചതെങ്കിൽ ദൈവം സൃഷ്ടിച്ച ദൂതന്മാർക്ക് ഇത്തരത്തിലുള്ള ശരീരം ഉണ്ടോ? ഈ വികാരങ്ങളെല്ലാം അടങ്ങിയ സെക്സ്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കഴിവുള്ള ദൂതന്മാരെയാണോ ദൈവം സൃഷ്ടിച്ചത്? ഇല്ല എങ്കിൽ അവർ സ്വർഗത്തിൽ നിന്ന് വെട്ടപ്പെട്ട് താഴെ വന്നപ്പോഴാണ് ഇവർക്ക് ഈ ബോഡി കിട്ടിയെങ്കിൽ അത് ആര് കൊടുത്തു? ഈ വക ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടി വരും. പിന്നെ ഇവരുടെ സന്താനങ്ങൾ ആരാന്ന് ചോദിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾ വേറെ പുരാണങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. പുരാണവും ബൈബിളും കൂടെ കൂട്ടിക്കോർത്തുള്ള ഒരു പഠനം ദൈവമക്കൾക്ക് വേണ്ട. ദൈവമക്കൾക്ക് പഠിക്കാൻ ആവശ്യമുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഉൽപ്പത്തി 6 പറയുന്ന ദൈവപുത്രന്മാരെന്ന് പറയുന്നത് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഏനോഷിൻ്റെ സന്തതി കൊണ്ടുവരും. അതിൻ്റെ തെളിവാണ് ഇവരുടെ മക്കളാരും പെട്ടകത്തിൽ കയറിയിട്ടില്ല. ഇനി കയറാതെ പോയതിൻ്റെ കാരണം ഇനി അതല്ല എന്ന് പറയട്ടെ. നിങ്ങൾ ചിലരൊക്കെ പറയുന്ന പോലെ ദൂതന്മാരാണ് അവരെ ഭാര്യമാരായി എടുത്തതെങ്കിൽ ഇവരെന്ത് തെറ്റ് ചെയ്തു? ഇവരുടെ ഭാഗത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഷേത്തിൻ്റെയും യോനോഷിൻ്റെയും ഹാനോക്കിൻ്റെയും അതുപോലെ അവിടെ പറയുന്നുണ്ട് 8 തലമുറ പറയുന്നുണ്ട്. ഈ 8 തലമുറയുടെ മക്കളെ എന്തുകൊണ്ട് പെട്ടകത്തിൽ കയറ്റിയില്ല? അവർ ചെയ്ത തെറ്റൊന്ന് പറയണേ. എൻ്റെ നമ്പർ അതിനകത്തുണ്ട്, ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. സഹോദര, ഈ നോഹയുടെ പെട്ടകത്തിനകത്ത് വേറെ ആരും കയറ്റാതെ ഇരുന്നതിൻ്റെ കാരണം അവർ ഇന്ന പാപം ചെയ്തുകൊണ്ടാണെന്നൊന്ന് പറയണം. അവരെ ഭൂമിയിൽ ദുഷ്ടത പെരുകിയപ്പോഴാണ്, ആ ദുഷ്ടതയുടെ നടുവിൽ ജീവിച്ചുകൊണ്ടാണ് ഈ നോഹയ്ക്ക് യഹോവയുടെ കൃപ കൊടുത്തത്. അതെന്ത് ദുഷ്ടതയെന്ന് പറയണം. പിന്നെ ഇത്രയും ആളുകളുണ്ടായിട്ട് ഈ ദൈവത്തോടു കൂടെ ഈ ആരാധന തുടങ്ങിയ ഏനോശും ഷേത്തും ഒക്കെ അവിടെ ഉണ്ടായിട്ട് നോഹ മാത്രം എടുക്കപ്പെട്ട് എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ അങ്ങനെ സമ്മതിക്കാം. ഇല്ല എങ്കിൽ വേറിട്ട ചിന്തകൾ ഇനിയും വചനത്തിൻ്റെ സത്യമായ മർമ്മങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പരിഹാസങ്ങൾക്കും എല്ലാത്തിനും സ്വാഗതം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിഹസിക്കുന്നവരെ ഏറ്റവും അധികമായി അനുഗ്രഹിക്കട്ടെ. കാരണം അവർക്ക് വചനം മനസ്സിലാക്കാനുള്ള ഒരു കൃപയും കൂടി ദൈവം കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. അടുത്ത പുതിയ വിഷയം വരുന്നു. കോട്ടയംകാരൻ്റെ പുതിയ ഏകനാമ വിശ്വാസത്തിലെ സ്നാനത്തിലൂടെ പാപമോചനം ലഭിക്കുന്നു എന്ന് തുടങ്ങി അനേക വിചിത്രമായിരിക്കുന്ന ആശയങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന സഹോദരൻ ജോസ് വർഗീസിൻ്റെ ചോദ്യങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വേറിട്ട ചിന്തകൾ മറുപടി കൊടുക്കുന്നു. തൊട്ടുപിറകെ വരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരമ്പരകളായിട്ട് വരുന്ന ആ വിഷയത്തെ തുടർമാനമായി കേൾക്കുവാൻ നിങ്ങളതിനുള്ള സജ്ജീകരണം എന്തെന്ന് വെച്ചാൽ അതൊരുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.